بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده حمدا كثيرا طيبا مباركا عليه بما يحب ربنا ويرضى. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم، وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പേജ് നമ്പർ 528 തുടങ്ങുകയാണ്. 527 അവസാനിച്ച് സൂറത്തിന്റെ നജ്മ് പേജ് നമ്പർ 528 ഇവിടെ പേജ് നമ്പർ 528 സൂറത്തിന്റെ നജ്മ് ആയത്ത് 45 മുതൽ ഒരു റെഡി ഉണ്ടോ? മൈക്ക് ഒഴിവാക്കിയാലും ക്ലിയർ മൈക്ക് വെച്ചാൽ നമ്മളൊന്ന് ഒഴിവാക്കി നോക്കല്ലേ? ശാമ അല്ലേ? ഒഴിവാക്കിയോ? അതോ എങ്ങനെയാണ്? ഏതാണ് സൗണ്ട്? ഇപ്പോഴോ? കുറവല്ലോ? ഹലോ, 528 പേജ് നമ്പർ സൂറത്തിന്റെ നജ്മ് ആയത്ത് നമ്പർ 45. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنه خلق الزوجين الذكر والأنثى من نطفة إذا تمنى وأن عليه النشأة الأخرى وأنه هو أغنى وأقنى وأنه هو رب الشعرى وأنه أهلك عادا الأولى وثمود فما أبقى والمؤتفكة وقوم نوح من قبل إنهم كانوا هم أظلم وأطغى والمؤتفكة أهوى فغشاها ما غشى فبأي آلاء ربك تتمارى هذا نذير من النذر الأولى أزفت الآزفة ليس لها من دون الله كاشفة أفمن هذا الحديث تعجبون وتضحكون ولا تبكون وأنتم سامدون فاسجدوا لله واعبدوا. അപ്പോൾ അല്ലാഹുവിന്റെ സൃഷ്ടി മഹാത്മ്യങ്ങളിലേക്കും അല്ലാഹുവിന്റെ അഫ്ആൽ എന്നതിൽ പറയാം, അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളിലേക്കും അല്ലാഹുവിന്റെ മഹത്തായ ഖുദ്റത്തിലേക്കും നമ്മളെ അല്ലാഹു ഇങ്ങനെ ക്ഷണിക്കുകയാണ്. അല്ലാഹുവിന്റെ ആ പ്രവർത്തനങ്ങളും കഴിവും അതുപോലെ മറ്റു പ്രവർത്തനങ്ങളോ കഴിവുകളോ ഉള്ള യാതൊരാളുമില്ല എന്നും ഇക്കാര്യങ്ങളൊക്കെ ഇവിടെ നിരന്തരം നടന്നു പോകുന്നുണ്ട്. ഇതിന് പലരും വിധേയരായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഇതിൽ നിന്ന് ഒഴിവല്ല എന്ന് നിങ്ങൾ ഓർക്കണം എന്നൊരു താക്കീതും അതോടൊപ്പം ഇക്കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു എന്ന തൗഹീദും ഈ വചനങ്ങളിലുണ്ട്. ഏത് വചനങ്ങളിലുണ്ട്? വഅന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ എന്ന് തുടങ്ങുന്ന വചനമുണ്ട്. ആ റബ്ബിലേക്കാണ് മുഹമ്മദ് നബിയെ അങ്ങയുടെ രക്ഷിതാവായ ആ
റബ്ബിലേക്കാണ് സർവരിൻ്റെയും യാത്രയുടെ അവസാനം. അവിടെയാണ് ഇത് അവസാനിപ്പിക്കേണ്ടി വരിക. അവനാണ് നിങ്ങളെ ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും. അവനാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും. അപ്പൊ ആ വിഷയം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. ആ മരണം കൈഫത്തൂണവില്ലാക്കി വക്കുത്തും അമ്പാത്തൻ. നിങ്ങളെങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കുക? വക്കുത്തും അമ്പാത്തൻ, നിങ്ങൾ പണ്ട് മരിച്ചവരായിരുന്നില്ലേ, നമ്മുടെ ജീവൻ ഇല്ലാത്തവരായിരുന്നില്ലേ. അപ്പൊ നമ്മുടെ തുടക്കം എവിടുന്നാണ്? ഇല്ലായ്മയിൽ നിന്നാണ് അല്ലേ? ഇല്ലായ്മയുണ്ടാകുന്ന അവസ്ഥക്കാരെന്താ പറയാ? മരണം. വാപ്പ എന്നേക്കുമായി പെരിയില്ലാതാവുന്ന അവസ്ഥ എപ്പോഴാണ്? അല്ലേ അല്ലേ? അതിനല്ലേ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. അപ്പൊ മരണമാണ് ആദ്യം നിശ്ചയിക്കപ്പെട്ടതും. ആദ്യം മരണമാണ്. കുറിക്കപ്പെട്ടതും മരണത്തിന്റെ തീയതിയാണ്. ജീവിതത്തിന്റെ ഘട്ടങ്ങൾ തുടങ്ങുന്നതും മരണത്തിൽ നിന്നാണ്. അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന പല കാര്യങ്ങളിൽ ഒന്ന്, നമ്മൾ പണ്ട് ഇല്ലാത്തവരായി. ആ ഇല്ലായ്മയിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത് എന്ന ഓർമ്മ നഷ്ടപ്പെടുന്നിടത്ത് നിന്നാണ് ഇനിയൊന്നില്ലാതെയാവുമെന്ന ചിന്ത ഇല്ലാതാവും. അല്ലേ? അങ്ങനെയൊന്നും ഇല്ലാതായാലും പ്രശ്നമില്ല, മരണത്തിനപ്പുറം വേറൊന്നും ഇല്ലാന്ന് ചിന്തിക്കേണ്ടി വരുന്നത്, ചിന്തിക്കുന്ന ആളുകൾക്ക് അതിന് കാരണമായി വരുന്നത് പണ്ട് ഞങ്ങൾ ഇല്ലായ്മയിലായിരുന്നു എന്ന തിരിച്ചറിവില്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണല്ലോ സൂറത്ത് കാഫ് അവർക്കൊരു പുതിയ ജന്മമുണ്ടാകും എന്ന വിഷയത്തിൽ അവർക്ക് സംശയമുണ്ട്. അതാണ് പ്രശ്നം. ആ പുതിയ ജന്മം ഉണ്ടാകുന്നത് എങ്ങനെയാണ് നിങ്ങൾ നിഷേധിക്കുക? പണ്ടും നിങ്ങൾ ഇല്ലായിരുന്നുവല്ലോ, പിന്നെ നിങ്ങൾക്ക് ജീവൻ നൽകുകയല്ലേ ചെയ്തത്. തുമ്മ യുബീത്തുക്കും, ഇപ്പൊ പിന്നെയും നിങ്ങളിൽ നിന്ന് കുറെ ആളുകൾ മരിക്കുന്നുണ്ടല്ലോ. സത്യത്തിൽ മരിക്കല്ല, പിന്നെന്താണ്? മരിപ്പിക്കുക എന്നാണ്. അടിയാ, ജനിക്കുകയല്ല, ജനിപ്പിക്കുകയാണ്. അമാത്ത യുമീത്തുക, മാത്ത യമൂത്ത് എന്ന് പറഞ്ഞാൽ മരിക്കുക, അമാത്ത യുമീത്തു എന്ന് പറഞ്ഞാൽ മരിപ്പിക്കുക. അപ്പൊ ഇവിടെ നടക്കുന്ന നമ്മുടെ ജനനം നമ്മുടെ ഇഷ്ടത്തിനോ നമ്മുടെ സ്വാതന്ത്ര്യത്തിനോ തീരുമാനത്തിനോ അനുസരിച്ചല്ല എന്നതുപോലെ തന്നെ നമ്മളുടെ അവസാനവും നമ്മളുടെ ഇഷ്ടത്തിനായിരിക്കില്ല എന്നൊരു ടോണം കൂടെ അമാത്ത എന്ന പദത്തിലുണ്ട്. അല്ലേ? നമ്മൾ വിചാരിച്ചാൽ അവിടെ മരിക്കാനും സാധിക്കൂല, നമ്മൾ വിചാരിച്ചാൽ ഇവിടെ ജനിക്കാനും സാധിക്കില്ല എന്നല്ല അതിന്റെ അർത്ഥം. ആരാണോ ജനിപ്പിച്ചത് അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് മരിപ്പിക്കുകയും അമാത്ത വാഴിയ. ഇനിയിപ്പൊ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോ എന്താണ് പറയുന്നത്? ബിസ്മിക്കല്ലാഹുമ്മ അമൂത്തു, അല്ലേ? ഞാൻ അതാ മരിക്കാൻ കിടക്കുകയാണ്. വാഴിയ. ഇനിയിപ്പൊ ജീവിക്കുകയാണെങ്കിലും മരണത്തിന് ശേഷം ജീവിക്കുകയാണെങ്കിലും അത് നിന്റെ പേരിലാണ്, നിന്റെ കുതിരത്താലാണ്, നിന്റെ കൃപയാലാണ്, കാരുണ്യത്താലാണ്, അനുഗ്രഹത്താലാണ്. ആ ഒരു തിരിച്ചറിവ് ഉള്ളവരാണ് യഥാർത്ഥത്തിൽ ആരാവുക? ഈമാനുള്ള, തഖ്വയുള്ള, സൽസ്വഭാവികളായ മുഅ്മിനീങ്ങളായി മാറും. ആ ഒരു തിരിച്ചറിവ് നഷ്ടപ്പെടുന്നിടത്താണ് സർവമാന വഴികേടുകളുടെയും അടിത്തറയുന്നത്. അവനാകുന്നു നിങ്ങളെ മരിപ്പിക്കുന്നതും നിങ്ങളെ ജീവിപ്പിക്കുന്നതും എന്ന് പറഞ്ഞാൽ അക്കാര്യത്തിൽ വേറെ ആർക്കും പങ്കില്ല.
ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം പഠിക്കുമ്പോൾ കാണാം ഔക്കല്ലദി അലംതറയിലല്ലദി ഹാജ ഇബ്രാഹിം ഫി റബ്ബി അൻ ആതാഹുല്ലാഹുൽ മുൽക ഇദ് ഖാല ഇബ്രാഹിം റബ്ബി അല്ലദി യുഹ്യി വ യുമീതു ഖാല അന ഉഹ്യി വ ഉമീതു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്കിടയിൽ വലിയൊരു തടസ്സമായി നിന്നിരുന്നത് അക്കാലത്തെ ആൾദൈവങ്ങളിൽ ഒരാളായിരുന്ന നമ്രൂദ് രാജാവായിരുന്നു. അയാൾക്ക് അരികിൽ ചെന്ന് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അയാൾ സ്വാഭാവികമായും അള്ളാഹുവിന്റെ കഴിവുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, റബ്ബി അല്ലദീ യുഹ്യി വ യുമീത്, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു എന്റെ റബ്ബ്. അപ്പൊ അയാൾ പറഞ്ഞു അന ഒഴിയും കാല അന ഒഴിയും അതൊക്കെ ഞാൻ ചെയ്യുമല്ലോ, ജീവിപ്പിക്കാനും മരിപ്പിക്കാനും എനിക്കും കഴിയും, എന്നാ അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോ അയാൾ ചെയ്തത് പിന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്ന ഒരു പ്രതിയെ കൊണ്ടുവന്നിട്ട് അയാളെ കൊണ്ടുവിടാൻ പറഞ്ഞു. അയാൾ എന്തായി പോയി, ജീവനായി. തൊട്ടും പുറത്ത് നിന്നിന് മുമ്പിൽ എന്തിരുന്ന പ്രധാനമന്ത്രിയുടെ കഥ കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇബ്രാഹിം നബി അതൊരു മുട്ടുന്യായാണല്ലോ എന്ന് ഇബ്രാഹിം നബി അടുത്തടി അടിച്ച് എന്നാ പിന്നെ എന്റെ റബ്ബാണ് പടിഞ്ഞാറ് നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നത്, ഇത് ധൈര്യത്തേക്ക് അത് കേൾക്കുന്നതും കാണാലോ കൂടിയിട്ടില്ലേ. അപ്പൊ ബുഹിതല്ലതീ കഫർ, അതോടുകൂടി അവർക്ക് ഉത്തരം കിട്ടി. അപ്പൊ ഇസ്ലാമിന്റെ നിയമങ്ങൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് ഏതൊരു നിഷ്കളങ്കതയുള്ള ഏതൊരു കുട്ടിക്കും സാധിക്കുന്ന പണിയാണ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചിന്തയാണ്. അള്ളാഹിനെ പരിചയപ്പെടുത്താൻ ഒരു പണി ഇല്ല. അള്ളാഹു അല്ലാത്തവരെ പരിചയപ്പെടുത്താൻ ഒരുപാട് ഇടങ്ങേറാവുന്നുണ്ട്. അതെങ്ങനെ ഇടങ്ങേറായാലും അത് തൊട്ട് മുമ്പിലേക്ക് വരുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറേണ്ടിയും വരും. അപ്പോ പിന്നെ അമാത്ത ഭാഷയ അവനാണ് മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും. അവനാണ് ഖലഖ സൃഷ്ടിച്ചത് അസൗജൈനി ഇണകളെ, അദക്കറ വൽ ഉൻസ പുരുഷനായും സ്ത്രീകളായും ഇണകളെ പടച്ചതും അല്ലാഹുവാണ്. അതായത് ആ ഇണാന്ന് പറയാൻ കാരണം മനുഷ്യർ എന്ന അർത്ഥത്തിൽ മാത്രമല്ല അത് ആ പദമുള്ളത് എന്നർത്ഥം. ലോകത്ത് എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം ജോഡികളാണ്, ഇണകളാണ്. വമിൻ കുല്ലി ശൈഇൻ ഖലഖ്നാ സൗജൈൻ, നാം സർവ വസ്തുക്കളും ഇണകളായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. സൂറത്ത് ദാരിയാത്തിലെ ഒരു വചനമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമുണ്ടല്ലോ, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിത്തുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഇതിന്റെ അർത്ഥം സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, സകലവും ഇണകളായി പടച്ചു വെച്ചവനാകുന്നു പരിശുദ്ധനായ അല്ലാഹു. മിമ്മാ തുൻബിത്തുൽ അർളു, ഭൂമി മുളപ്പിക്കുന്ന സസ്യജാലങ്ങളും സസ്യജാലങ്ങൾ ഇണകളാണ്. പിന്നെന്താണ് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിത്തുൽ അർളു വമിൻ അൻഫുസിഹിം, നിങ്ങളും ഇണകളാണ്. വമിമ്മാ ലാ യഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്ത ലോകത്തുള്ളവയും ഇണകളാണ്. അപ്പൊ അറിയാത്ത ലോകത്തുള്ളവ തന്നെ നമ്മുടെ കാഴ്ചക്കും കേൾവിക്കും അപ്പുറത്തുള്ള പരിധിക്ക് പുറത്തുള്ള ജീവജാലങ്ങളുണ്ട്. അമീബ, ബാക്ടീരിയ, വൈറസ് മുതലായ സൂക്ഷ്മ പരമാണുക്കളൊക്കെയും ഇണകളാണ്. ആധുനിക സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇലക്ട്രോണും പ്രോട്ടോണും എന്ന ഇണകളാണ് അല്ലേ. ഇപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് എന്ന ഇണകളുണ്ട്, XY ക്രോമസോമുകളുണ്ട്, ഇങ്ങനെയാണ് അല്ലേ. എല്ലാം ഇണകളാണ്. എന്ന് പറയുമ്പോൾ പുരുഷൻ എന്ന അർത്ഥത്തിൽ മാത്രം കാണരുത്, ഉൻസ എന്ന് പറയുമ്പോൾ സ്ത്രീ എന്ന അർത്ഥത്തിൽ മാത്രവും കാണരുത്. അപ്പൊ പുരുഷൻ സ്ത്രീ എന്ന് പറയുമ്പോൾ അത് മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു അഭിസംബോധനയാണ്. അവിടെ അത് ഒതുങ്ങുകയില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നേരെ തിരിച്ചു വായിച്ചു നോക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഒരു ഈച്ച വെള്ളത്തിൽ വീണാൽ അതിന്റെ ഒരു ചിറക് താഴ്ന്നിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾ മറ്റേ ചിറകൂടെ താഴ്ത്തണം എന്ന് പറഞ്ഞത് അപ്പുറത്തല്ലേ, നേരെ ഓപ്പോസിറ്റാണ് ഇപ്പുറത്തെ എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ. വെള്ളത്തിൽ പിന്നെ മുങ്ങിയ ചിറകിന്റെ നേരെ ഓപ്പോസിറ്റ് അവസ്ഥയാണ് ഇപ്പുറത്ത് പൊങ്ങി നിൽക്കുന്ന ചിറകിനുള്ളത്. അതുകൂടി മുക്കി വെച്ചാൽ സംഗതി ക്ലിയർ ആയി കുഴപ്പമുണ്ടാവില്ല.
അല്ലേ? അപ്പോ അന്ന് തന്നെ എന്തുണ്ട്, ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും എവിടേക്കാണ് എത്തിക്കൊണ്ടിരിക്കുക? വിശുദ്ധ ഖുർആനിലേക്കും അതിന്റെ പ്രവചനങ്ങളിലേക്കും അതിന്റെ പ്രതിപാദ്യങ്ങളിലേക്കുമാണ് ശാസ്ത്രം എത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ നമുക്ക് എന്താ ആവശ്യമില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹീഹായ ഒരു റിപ്പോർട്ട് വന്നാൽ ആ റിപ്പോർട്ടുകളെ അംഗീകരിക്കാനും വിശ്വസിക്കാനും അതിനെ അന്തസ്സോടുകൂടി ജീവിതത്തിൽ കാണാനും അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനും നമുക്ക് ശാസ്ത്രത്തിന്റെയോ ശാസ്ത്രജ്ഞരുടെയോ പിൻബലം ആവശ്യമില്ല. അവർ വന്നാലും വേണ്ടില്ല, വന്നില്ലേലും വേണ്ടില്ല. നമ്മളുടെ ഈമാൻ ഏത് കോലത്തിലാണ് ആവേണ്ട നിലയങ്ങൾ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി. സ്വഹാബത്തെ നിങ്ങൾ എങ്ങനെയാണോ പരിശുദ്ധ ഖുർആന്റെ തിരുസുന്നത്തിൽ വിശ്വസിച്ചത് അതുപോലെ ഏത് കാലത്ത് ആര് വിശ്വസിച്ചാലും ഫഖദ് ഇഹ്തദൗ, അവർക്കെല്ലാം ഹിദായത്ത്. അപ്പൊ അക്കാലത്ത് എന്തില്ല? ഈ പറഞ്ഞ ശാസ്ത്രവും ശാസ്ത്രജ്ഞന്മാരും കണ്ടുപിടിക്കലുകളും കണ്ടെത്തലുകളും ഒന്നുമില്ല. അവർ പിന്നെ ഇങ്ങനെ വിശ്വസിച്ചത് ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിനാ, ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിനാ. ഞങ്ങൾക്ക് ഇതൊക്കെ കൂടെ മനസ്സിലാവണമെന്ന് ഒരു നിർബന്ധമല്ല ഇത് വിശ്വസിക്കാൻ. ഇതൊക്കെ റബ്ബ് പറഞ്ഞതാണ് എന്നത് മാത്രം മതി ഞങ്ങൾക്ക് വിശ്വസിക്കാൻ. കുല്ലും മിൻ ഇൻദി റബ്ബിനാ, ഞങ്ങൾക്ക് മനസ്സിലായതും ഞങ്ങൾക്ക് മനസ്സിലാവാത്തതുമൊക്കെ അള്ളാഹുവിന്റെ ഖുർആനിലുള്ളതൊക്കെ അള്ളാഹുവിന്റെ കലാമാകുന്നു. ഞങ്ങൾ ആദര ബഹുമാനങ്ങളോടെ അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി വിധേയത്വത്തോടുകൂടി ഞങ്ങളതെല്ലാം വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയാൻ ആർക്ക് കഴിയുന്നുവോ അവർക്ക് ഹിദായത്ത്. അല്ല, അതിന് വേറെ ചില ആളുകളുടെ സീലും ഒപ്പം വെച്ച പേപ്പർ വേണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ഇസ്ലാമിന്റെ ശുദ്ധ പാന്താവിൽ നിന്ന് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ഭിന്നിച്ചവരാണ്. ആ കാര്യത്തിൽ കൂടി ഒരു ശ്രദ്ധമാണ്. എല്ലാം കൂടെ നമുക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല, അല്ലേ? അല്ലേലിപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, അല്ലേലും അങ്ങനെ തന്നെയാണല്ലോ. വെറുതെ ഞാൻ വർത്താനം എൻ്റെ ഒരു ന്യൂനത ഈ ഇരിക്കുന്നതിൽ 3/4 ആളുകളുടെ ഈ പേര് എനിക്കറിയില്ല. നമ്മളാണ് ഈ കാണാൻ തുടങ്ങിയിട്ട് 10-12 കൊല്ലം എന്നല്ലേ? ലംഘക്കാർക്കല്ലോ എല്ലാവരുടെയും പേര് ഇല്ല. പിന്നെന്തിനാണ് വെറുതെ ഖുർആനിലുള്ളതെല്ലാം നമുക്ക് മനസ്സിലായാൽ മാത്രമേ വിശ്വസിക്കുള്ളൂ എന്ന് വാശി പിടിക്കണം? എനിക്ക് പേരറിയുന്ന 10, 15, 20 ആൾ ഈ കുടുംബത്തിലുണ്ടാവും. അവരെല്ലാത്തോടൊന്നും ഈ ക്ലാസ്സിലില്ല, ഈ പള്ളിയിൽ ഹാജരായിട്ടില്ല എന്ന് പറയുന്നത് എത്രമാത്രം വലിയ പൊട്ടത്തരമാണോ അല്ലെങ്കിൽ അഹങ്കാരമാണോ? അതിനേക്കാൾ വലിയ അഹങ്കാരമാണ് പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പ്രഖ്യാപനങ്ങളെല്ലാം മനസ്സിലായാൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ മനസ്സിലായത് മാത്രമേ ഉൾക്കൊള്ളുകയുള്ളൂ എന്ന് പറയുന്നത് എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ മുഴുവൻ പേരുകളും നമുക്ക് പറയാൻ കഴിയും. ബാഹ്യമായ അവയവങ്ങളുടെ പേരുകൾ നമുക്ക് പറയാൻ കഴിയും. നമ്മുടെ ശരീരത്തിന്റെ ആന്തരാവയവങ്ങൾ എന്തൊക്കെയുണ്ട്, അതിനെന്താണ് അവസ്ഥ എന്ന് നമുക്ക് പറയാൻ കഴിയും? ഇല്ലല്ലോ. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഓരോ ഷുഗർ പരിശോധിച്ചപ്പോഴേ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ കൂടുതലായി, അപ്പൊ ഓന്റെ ECGക്ക് ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിട്ട് എന്തോ ഒരു ആവശ്യത്തിന് പോയിട്ടൊന്ന് സ്കാൻ ചെയ്തപ്പോഴാണ് അതിന്റെ തോന്നിയത്. പഠിച്ചവനെ ഞമ്മക്കൊക്കെ പോയി എന്താ ഉള്ളത് ആർക്കൊക്കെ അറിയാം, പരിശോധിച്ചാലാണ് കൊടുക്കുക നമ്മൾ പറയില്ലേ. എന്തുകൊണ്ടാണ്? ഇതൊന്നും അറിയണമെന്നില്ല അവിടെ ജീവിച്ചു പോകണമെങ്കിൽ, അല്ലേ? ഇതൊക്കെ അതിന്റെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അയച്ചിട്ട് നമ്മളിതൊന്നും ഇല്ലാന്ന് പറയല ഉണ്ടാവാം. അപ്പൊ പരിശുദ്ധ ഖുർആനെല്ലാം ഉണ്ടാവാം എന്നൊക്കെ മാറ്റിയിട്ട് ഖുർആൻ പ്രഖ്യാപനം നടത്തിയാൽ അത് ഉള്ളത് തന്നെയാണ് എന്ന് പറയാൻ കഴിയണം. അപ്പൊ നിങ്ങളുടെ മരങ്ങൾക്ക് പോലും, ചെടികൾക്കും മരങ്ങൾക്കും പൂക്കൾക്കും ഇലകൾക്കും പോലും സന്തോഷവും സങ്കടവും അനുഭവിക്കാൻ കഴിയും എന്നാണ് ശാസ്ത്രം പറയാൻ. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ടേ പറഞ്ഞതറിയോ, ഒരു മരത്തെ പോലും വെറുതെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വസ്തുവിനെയും വെറുതെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബംഗാളി ശാസ്ത്രജ്ഞനാണ് അത് പണ്ട് ജെസി ബോസാണ്. The trees and feel pleasure and pain എന്ന് പറഞ്ഞത്.
അപ്പൊ അദ്ദേഹം പറയണോ നമുക്കിതൊക്കെ അംഗീകരിക്കാൻ വേണ്ട, നമ്മളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലുണ്ട് എന്ന് മനസ്സിലായാൽ മാത്രം മതിയാകും. നമ്മളിൽ പലർക്കും അറിയാത്ത സംഗതി ഖുർആനിലില്ലേ? അല്ലദീ ഖലഖ മിന ശജരിൽ അഖ്ദരി നാറൻ, അല്ലേ? പച്ചമരത്തിൽ നിന്ന് തീയുണ്ടാക്കുന്നവനാകുന്നു അല്ലാഹു. അങ്ങനെ ഒരു മരത്തിന്റെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ അങ്ങാടി താമസിക്കുന്ന ആളുകൾ എന്ത് പറയും എന്ന് പറയട്ടെ? അല്ലദീ ഖലഖ മിന ശജരിൽ അഖ്ദരി നാറൻ. ഖലഖ തന്നെയല്ലേ ആണ്. നോക്ക് നിങ്ങൾ, നമ്മുടെ മുള മരിയിലൊക്കെ തീയുണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒന്നതാ. വേനൽക്കാലത്ത് കാറ്റിന് മുളകൾ കൂട്ടിയൊരുതിയിട്ട് ആ മുളയിൽ നിന്ന് തീയുണ്ടാകും. പച്ച മുളകൾ കാറ്റടിച്ച് കൂട്ടിയൊരുത്തുമ്പോൾ അതിൽ തീ തെറിക്കും. ആ തീ താഴെയുള്ള തീപ്പൊരി താഴെയുള്ള ഉണങ്ങിക്കിടക്കുന്ന ഇലകളിൽ പറ്റിയാൽ കാട്ടു തീയുണ്ടാകും. ഇവിടെ ഹോമങ്ങൾക്കും ജപങ്ങൾക്കും ഒക്കെ ഉണ്ടാക്കുന്നത് തീപ്പെട്ടിക്കൊള്ളി ഒരു തീയല്ല. ഗ്യാസ് ലൈറ്റൊന്നും ഗ്യാസിൽ പിന്നെ പിടിപ്പിക്കുന്ന തീയല്ല. സിഗരറ്റ് ലാമ്പൊന്നും പിടിപ്പിക്കുന്ന തീയല്ല. പിന്നെന്താണ്? കേരളത്തിൽ അരണി എന്ന് പറഞ്ഞൊരു മരണ്ട, അരണി, അല്ലേ? അരണി കുട്ടി ഒരുതിയിട്ടാണ് ഹോമകുണ്ടത്തിൽ തീ ഉണ്ടാക്കുക. ഇത് വിശുദ്ധ ഖുർആൻ 1450 കൊല്ലം മുമ്പ് പറയുമ്പോൾ അവിടെ അറബികൾക്കറിയാവുന്ന ഒരു സാധനമുണ്ട്, മറഹ് എന്നാണ് അതിന്റെ പേര്. മറഹ് മരം കൂട്ടിയൊരുതിയാണ് അറബികൾ തീ ഉണ്ടാക്കിയിട്ട് അതിന്റെ കമ്പുകൾ കൂട്ടിയൊരുതിയിട്ടാണ് പച്ചക്കും ഉണക്കും കത്തും തീയുണ്ടാക്കി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്താണ് അങ്ങനെ പറയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അല്ലാഹ് പടച്ച ഒരു സാധനത്തിന്റെ കഴിവ് അള്ളാഹ്ക്കല്ലേ അറിയാം, അല്ലേ? അള്ളാഹു സൃഷ്ടിച്ച ഒരു വസ്തുവിന്റെ ക്വാളിറ്റി, അതിൽ എന്തൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് ആൾക്കറിയാം. അത് പഠിച്ച ആൾക്കറിയാം. അപ്പൊ നമ്മുടെ കാര്യം അങ്ങനത്തല്ലേ? നമ്മളുണ്ടാക്കുന്ന വസ്തുക്കൾക്ക് എത്ര കാലം ഗ്യാരണ്ടി നിൽക്കും നമ്മൾ പറയണില്ലേ? പറയുന്നുണ്ട്. ആ ഒരു ഉറപ്പെങ്കിലും നമുക്ക് അള്ളാഹ് കൊടുത്തൂടെ? അപ്പോ മഹത്തായ പ്രഖ്യാപനമാണ്. 16ാം നൂറ്റാണ്ട് മുമ്പ് ലോകത്തുള്ള മുഴുവൻ സംവിധാനങ്ങളും വസ്തുവകകളും ഇണകളാണ്, ജോഡികളാണെന്ന് പ്രഖ്യാപനം നടത്തുന്നത് ഒരു അക്ഷരവും എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാളാണ്. ആ ആളെയാണ് നമ്മളെപ്പോലൊരു സാധാരണക്കാരൻ എന്ന് പറയുന്നത് എങ്കിൽ അവിടെ പഠിച്ചില്ലേ? പഠിച്ചു. ആ ആള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലെ ഒരാളാണ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലൊരു മനുഷ്യനാണ്, അല്ലേ? ഞാൻ നിങ്ങളെപ്പോലൊരു സാധാരണക്കാരനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനാണെന്ന് പറഞ്ഞു. നമ്മളെപ്പോലൊരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞില്ല. കാരണം എന്താണ്? ആ മനുഷ്യന്റെ നാവിലൂടെയാണ് ഈ മഹാത്ഭുതങ്ങളൊക്കെയും വന്നത്, അല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു സാധാരണക്കാരനല്ല, നമ്മളെപ്പോലൊരു സാധാരണക്കാരനല്ല, അല്ലേ? അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അറിയാതെ വരുന്നത്. എന്റെ മക്കൾക്കും വേറെ കുട്ടികൾക്കും എന്റെ അയൽപ്പക്കത്തും കൂട്ടുകാർക്കും എന്റെ ബെഞ്ചിലിരിക്കുന്ന പലർക്കും അദ്ദേഹത്തിന്റെ പേരുണ്ട്. പക്ഷെ അവരുടെ ഒന്നും പേര് വിളിക്കുമ്പോൾ ഈ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയില്ല, പറയാൻ പാടില്ല. അപ്പൊ ആ പേരിന്റെ ഉടമസ്ഥൻ ഒരു സാധാരണക്കാരനല്ല, നമ്മളെ പോലൊരാളല്ല. അതിനുള്ള കൂട്ടത്തിൽ ഒന്ന് വായിച്ചു വെക്കണം. അല്ലാഹു അങ്ങനെ ശരിയായ അഹ്ലുസുന്നത്തിന്റെ അഖീദയിലേക്ക്, സംസ്കാരത്തിലേക്ക് നടന്നെടുക്കാനുള്ള ഈമാനും തഖ്വയും അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള മാനസികമായ വിജയവും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവനാകുന്നു സംവിധാനിച്ച എല്ലാ ഇണകളെയും ആണായും പെണ്ണായും നെഗറ്റീവായും പോസിറ്റീവായും സംവിധാനിച്ചത് സൃഷ്ടിച്ചിട്ടുള്ളത്. അത് മനുഷ്യന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ സംവിധാനിക്കപ്പെട്ടത് ഇന്ദ്രിയ ബിന്ദുവിൽ നിന്നാകുന്നു. പറഞ്ഞ പോലെ മനുഷ്യൻ സംവിധാനിക്കപ്പെട്ടത് ഇന്ദ്രിയ ബിന്ദുവിൽ നിന്നാകുന്നു എന്ന് പറഞ്ഞാല് ബീജാണ്ടങ്ങളുടെ സംയുക്തമായ അവസ്ഥയിൽ നിന്നാകുന്നു എന്നർത്ഥം, അല്ലേ? നിങ്ങൾ
ഖുലിഖ മിൻ മാഇൻ ദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറാഇബ് ആണല്ലോ. സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരങ്ങളിൽ നിന്ന് അവർ കഴിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ആ രണ്ട് വസ്തുക്കളിൽ നിന്നാണ് മനുഷ്യരെ നിങ്ങൾ സംവിധാനിക്കപ്പെടുന്നത്. ആ രണ്ട് വസ്തുക്കൾ അവരുടെ ശരീരത്തിൽ ഉണ്ടായതാവട്ടെ അവർ കഴിച്ച ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. ആ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടായതാവട്ടെ മണ്ണിലുമാണ്. അതുകൊണ്ട് മനുഷ്യരെ നിങ്ങളുടെ അടിസ്ഥാന വസ്തു എന്താണ്? മണ്ണാകുന്നു. അതുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ ആ മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവരാണ്. മിൻഹാ അല്ലേ? വബിനാനുഖറിജുക്കും താറത്തന്നുഖറ. അവിടെ നിന്നാണ് വന്നത്, അവിടേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് നിങ്ങൾ ഉറപ്പുണ്ട്. ഒന്നുകൂടി ഉറപ്പിച്ചോളൂ. അവിടെ നിന്ന് തന്നെ നിങ്ങൾ ഒരിക്കൽ കൂടി പണ്ട് വന്നതുപോലെ പണ്ട് വന്നതുപോലെ തന്നെ ഒരിക്കൽ കൂടി നിങ്ങൾ അവിടെ നിന്ന് വരേണ്ടി വരും. അവിടെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. അവിടെ തന്നെയാണ് നിങ്ങൾ മരിക്കുന്നത്. അവിടെ നിന്ന് തന്നെ നിങ്ങൾ തിരിച്ച് വരേണ്ടിയും വരും. സൂറത്ത് അറാഫ്. അപ്പൊ അതും കൂടി ഒന്ന് മനസ്സിലാക്കുന്നത്. രണ്ടാമതൊന്ന്, നമ്മൾ ഇപ്പൊ ഈ നിൽക്കുന്ന 60 വയസ്സുള്ള മിസ്കാത്തിയുടെ 60 കൊല്ലാണ്ട് ഒഴിവാക്കണം. അപ്പൊ ഞാൻ എവിടെ ഇരിക്കും? ഇത് മെയ് ജൂൺ കൂടെ കഴിഞ്ഞാലും മിസ്കാത്തിക്ക് 60 വർഷം ശക്തിപൂർത്തി ആഘോഷിക്കാനായി ജൂലൈ 1 വന്നാൽ ഈ 60 കൊല്ലത്തിന്റെ താഴേക്ക് ഇങ്ങനെ പോയാൽ ഞാനിങ്ങനെ ചെറുതായി ചില പേര് ഞാൻ കുട്ടികളുടെ ബാക്കിൽ അവർക്കറിയാം. ചില ആപ്പുകൾ സോഫ്റ്റ്വെയറുകൾ വരുന്നുണ്ട്. ഇപ്പോ എന്താണ്, നമ്മളുടെ ചിത്രം ഇപ്പോഴുള്ള രൂപത്തിൽ അടിച്ചു കൊടുത്താൽ നമ്മളുടെ ഓരോ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ആരായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ചില ഇലക്ട്രിക്കൽ സംവിധാനങ്ങളിലെ ചില ടെക്നോളജിയുടെ വികാസം പ്രാപിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 60 കൊല്ലത്തിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ബാക്കിലേക്ക് ഇങ്ങനെ പോയാൽ ഞാനിങ്ങനെ ചെറുതായി വന്ന് തലയുടെ നിലം പോയി, കറുത്ത മുടിയായി, കഷണ്ടി പോയി, നല്ല ഇടതുറുത്ത മുടിയായി, അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് വെള്ളക്കുപ്പായിലൊക്കെ പോയിട്ട് എന്റെ പഴയ കുട്ടിക്കാലത്തേക്ക് പോയി, അവിടെ നിന്നും പോയി ഞാൻ സ്കൂളിൽ പോയതിന്റെ മുമ്പുള്ള കാലത്തേക്ക് വന്ന് ഞാനിങ്ങനെ മറന്നു കിടക്കുന്ന ഒരാളായി ഞാനിങ്ങനെ ദുനിയാവിലേക്ക് വന്ന ദിവസം എടുത്ത് എഴുതി കിട്ടും. എവിടെ? എന്റെ മനസ്സിൽ ഞാനൊന്ന് മടങ്ങിപ്പോയാൽ അവിടെയാണ് അവസാനിപ്പിച്ചാൽ. അതിന്റെ മുമ്പ് എവിടെയുണ്ട്? അതിന്റെ മുമ്പ് എവിടെയുണ്ട്? വളരെ വ്യക്തതയോട് പ്രവൃത്തമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് പറയുന്നത്. ആ 60 കൊല്ലത്തിന് മുമ്പ് ഞാൻ എന്തെയും എന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലാണ് അല്ലേ ഒരു 10 മാസം കുട്ടിക്കോളി. അതിനു മുമ്പ് ഞാൻ എന്തെയ്തു ചോദിച്ചാൽ കണ്ടാൻ എന്ന് അറപ്പോടെ തുപ്പാൻ തോന്നുന്ന ഒരു സാധനമാണ് ഞാൻ. ആണോ അല്ലയോ? ഇതാ തുന്ന. ആ തുന്നയിലാണ് മനിജി എന്ന പദം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ. തെറിച്ചു വീഴുന്ന മനിയിൽ നിന്നാണ് നിങ്ങൾ ഉണ്ടായത്. ഇത്ര നിഗളിക്കാനുണ്ടോ എന്ന് ചോദിച്ചത് ഉണ്ടോ? ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഔഡിയിലാണ്, അല്ലെങ്കിൽ BMW-യിലാണ്, അല്ലെങ്കിൽ റോൾസ് റോയ്സിലാണ്, ലംബോർഗിനിയിലാണ്. അതിന് ഞാനത് അറിയാൻ ഞാൻ എന്താണ്? അതിന് ഞാൻ എന്നെ താഴേക്കാട് കൊണ്ടുപോയാൽ ഞാൻ എന്താണ്? ചവിട്ടിയാൽ കാല് കഴുകാതെ കാല് നിരത്ത് അടുത്ത കടി കാലടി വെക്കാൻ പോകാത്ത രൂപത്തിൽ മനസ്സിലൊരു മനംപുരട്ടൽ ഉണ്ടാക്കുന്ന സാധനമാകുന്നു ഞാൻ. അവിടെ വരും ഏതായാലും മുൽആദിയാത്തി ളബ്ഹ ഫൽമുരിയാത്തി ഖദ്ഹ ഫൽമുഗീറാത്തി സുബ്ഹ ഫഅഖർന ബിഹി ലഖഅ ഫവസത്ന ബിഹി ജമഅ. പിന്നണ്ടായിട്ട് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഇത്ര നന്ദി കെട്ട ഒരു ജന്തു വേറില്ല എന്നതിന്റെ അർത്ഥം. തീർച്ചയായും മനുഷ്യൻ നന്ദി കെട്ടവരാണ്. ഈ സാധനമാണ് ഈ ആയിക്കറ വലുതായി നിൽക്കുന്നത് ഓർമ്മ വരില്ല. അത് അവൻ തന്നെയാണ് അതിന് സാക്ഷിയും. അല്ലേ?
ഇപ്പോഴാ അവനേക്കാൾ പ്രിയം, അവന് മറ്റെന്തിനേക്കാൾ പ്രിയം പണത്തിനോടാകുന്നു. സത്യല്ലേ? ഒന്നുകൂടി വായിച്ചങ്ങനായിട്ട് എന്നിട്ട് ഞാൻ അപ്പുറത്തരായിട്ട് പറയും ഇവന് ഞാൻ വെറുതെ വിടുമെന്ന് ഇപ്പൊ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന്റെ പ്രചാരം മാത്രമാണ്. എന്താ ഇതാണ് ഈ ആയത്തിന്റെ ബാക്കിയാണ് അവിടെ. അന്നല്ലോടുള്ളത് അല്ലെങ്കിൽ ഇജാറിന്നു അല്ല ചങ്ങാതി ഇജാറിന്നു. തുമ്മക്കാന അരക്കത്തൻ, പിന്നെ നീ ഒരു അട്ടയായിട്ടാണ് മാറിയത്. നമ്മുടെ പഴഞ്ചൊല്ലെന്താ? അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയ കിടക്കൂല അല്ലേ? അട്ടനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റൂല. അട്ടയിൽ നിന്നുണ്ടായ നമ്മളാണ് നന്നാവുന്നത്. ഞാൻ പണ്ടൊരു അട്ടയെത്തും തിരിച്ചറിഞ്ഞാൽ മതി. കട്ടിലൊക്കെ കിടക്കാൻ യോഗ്യതയില്ലാത്തവരാണ് ഞാൻ. അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ആക്കിയത് ആരാന്റെ തെറുക്ക പൊന്ന ഓരോ പടിപടിയായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നിന്നെ ഇക്കോലത്തിലാക്കിയ ഒരു റബ്ബുണ്ടടോ അല്ലേ? ഇതേപോലെയാണ് തിരിച്ചും പോകും. ഇതാണ് നാട്ടിലെ പഴഞ്ചൊല്ല്. 6 60 ഒന്നെന്നേന. ഇതൊന്നെന്നേന്ന് രണ്ടാളെയും ബുദ്ധി മരവിച്ചിട്ടുണ്ടാകും. ഒരാൾക്ക് ബുദ്ധി വെച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല, മറ്റേ ആൾക്ക് പണ്ടത്തെ അത്ര ബുദ്ധിപ്പെട്ടിട്ടുണ്ടാവില്ല അല്ലേ? ആയുസ് കൂടുന്തോറും അവസ്ഥ ഉൾട്ടയായി മാറും എന്നർത്ഥം. എന്താണ്? പണ്ട് മലമൂത്രങ്ങൾ കഴുകിത്തരാൻ ആള് വേണമായിരുന്നു. ഇയാൾക്കും പണ്ടേ അല്ലേ? കിടന്ന കിടപ്പിന്നാണ് എല്ലെന്ന് പറയലില്ലേ? ആളില്ലാതെ പറ്റൂല. പണ്ട് നടക്കാൻ പിടിച്ചു കൊടുക്കാൻ ആള് വേണമായിരുന്നു. ഇപ്പോഴോ ഭക്ഷണം വാരിക്കൊടുക്കാൻ ആള് വേണമായിരുന്നു. ഇപ്പോഴോ ഇരുന്നടത്തുനിന്ന് നീക്കാൻ ആള് വേണമായിരുന്നു. ഇപ്പോഴോ തുണി എടുത്താൽ നിൽക്കൂലായിരുന്നു, പിടിച്ച് കെട്ടി തരണമായിരുന്നു. ഇപ്പോഴോ വേണോ? ഈ അഹങ്കാരം വേണോ? എത്ര പോയാലും അവർക്ക് ഒന്നിനും കഴിയാത്തവനെ അർത്ഥം അല്ലേ? നമുക്കിന്ന് തോന്നാണ് നമ്മളെന്തൊക്കെയാണ്. ഒന്നുമല്ല അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹജ്ജിന്റെ 5-ാമത്തെ ആയത്തിൽ അത് പറഞ്ഞെന്താ അറിയോ? وَمِنْهُمْ مَنْ يُرَدُّ إِلَى أَرْذَلِ الْعُمُرِ مِنْ بَعْدِ كَيْ لَا يَعْلَمَ مِنْ بَعْدِ عِلْمٍ شَيْئًا എന്നാണ്. എല്ലാം അറിവുകളും ഉണ്ടായിരുന്ന ചില മനുഷ്യന്മാർ ഇപ്പോ ഒരു അറിവില്ലാത്ത, സ്വന്തം പേരെന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ എത്തിപ്പെട്ടത് നിങ്ങൾ കാണില്ലേന. അതിന് നമ്മളിട്ട് ഓമന പേരാണ് ലോകത്തിൽ നിന്ന് അൽഷിമേഴ്സ്. വായിച്ചോക്കി ഒന്നുകൂടി. ഒന്നുമില്ലായ്മയിൽ നിന്ന് നിന്നെ പടച്ചുണ്ടാക്കിയ റബ്ബിന് അവന് കഴിവുണ്ട് എന്ന് നിങ്ങൾ അറിയണം മനുഷ്യരെ. ഒന്നുകൂടി എഴുന്നേൽപ്പിക്കാൻ, നിർമ്മിക്കാൻ, ഉണ്ടാക്കാൻ, രൂപീകരിക്കാൻ, പടക്കാൻ, ഒരിക്കൽ കൂടി നിന്നെ പടക്കാൻ അവന് കഴിവുണ്ട് എന്ന് നീ തിരിച്ചറിയണം. ആ തിരിച്ചറിവാണ് നമ്മളെ മുസ്ലിങ്ങളാക്കുക അല്ലേ? ആ തിരിച്ചറിവാണ് നമ്മളെ മുസ്ലിങ്ങളാക്കുക. എന്ത് മുസ്ലിം? കീഴ്പ്പെടുന്ന, വിധേയത്വമുള്ള, വിനയമുള്ള, റബ്ബിന്റെ നിയമങ്ങൾക്ക് വഴിപ്പെടുന്നവരാക്കുക ഈ ഒരു തിരിച്ചറിവാണ്.
പോയടത്തുനിന്ന് തിരിച്ചു വരേണ്ടി വരും എന്നാണ് അല്ലേ? വാപ്പ പറഞ്ഞാൽ കേൾക്കാതെ പെരയിലിറങ്ങി പോകുമ്പോൾ നമ്മൾ അടക്കി നിർത്താൻ വാപ്പ കൊണ്ട് ഉപയോഗിച്ചിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെയാണ് വരിക. അവിടെ നമ്മൾ തീരുമാനിക്കും, എല്ലാ അഹങ്കാരം തീരുമാനിക്കില്ലേ? കാരണം തിരിച്ച് ഈ കാറ്റുകൊണ്ട് തന്നെ വരേണ്ടി വരും എന്ന ഒരൊറ്റ വാക്കിൽ നമ്മൾ ഒതുങ്ങുമായിരുന്നു, എല്ലാ വോക്കിലും ഒതുങ്ങുമായിരുന്നു. അതാണ് ഈ പറഞ്ഞത്, തിരിച്ചു വരേണ്ടി വരും. നിങ്ങളിൽ ചിലരെ വലിയുകളാക്കിയത്, സമ്പന്നരാക്കിയതും, നിങ്ങളിൽ ചിലരെ ദരിദ്രരാക്കിയതും റബ്ബാകും, അവനാണ്. സത്യത്തിൽ ഇത് രണ്ടും പരീക്ഷണമാണ്, ഇത് രണ്ടും അനുഗ്രഹവുമാണ്. പണ്ട് ഇടക്കിടക്ക് പറയുന്നത് നിങ്ങൾ കേട്ടില്ല, പണ്ട് നമ്മൾ പള്ളിക്ക് വരാതിരുന്നേ പൈസയ്ക്ക് കൊടുക്കാൻ പൈസ ഉണ്ടായിട്ടില്ല, ബാക്കി ഞാൻ പറഞ്ഞെങ്കിൽ അറിയാലോ. ഇപ്പൊ നമ്മൾ വരാത്ത, നമ്മുടെ പ്രസിഡന്റ് ആക്കാത്തതിന്റെ പേരില്ല എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം, പണ്ട് നമ്മൾ പട്ടിണിക്കാരെയാണ്, ഇപ്പൊ നമ്മൾ അത്യാവശ്യം ജീവിക്കാനുള്ള ആൾക്കാരായി മാറി. ജീവിക്കാനുള്ളവർക്ക് ഇപ്പൊ ബുദ്ധിമുട്ട് കൂടിയോ? ഇല്ല, പക്ഷെ നിയമങ്ങൾ അനുസരിക്കാനുള്ള മനസ്സ് കുറഞ്ഞു അല്ലേ? കണ്ണ് കാണാത്ത മനുഷ്യന് കണ്ണ് കാണാത്തത് പരീക്ഷണവുമാണ്, അനുഗ്രഹവുമാണ്. എന്താ പരീക്ഷണം? ദുനിയാവിന്റെ സ്വന്തം മാനെ പോലും കാണാൻ അല്ലേ? ജനിച്ചു പോകണ സ്വന്തം കുഞ്ഞുങ്ങളെ ഒന്ന് കാണാൻ, കാതില്ലാത്തവരത് കേൾക്കാൻ, കുട്ടികളുടെ കരച്ചിലൊന്ന് കേൾക്കാൻ, സംസാരിക്കാൻ കഴിയാത്തവരുടെ ജീവിതത്തിൽ ഉമ്മാന്ന് വിളിക്കാനുള്ള ആഗ്രഹത്തിലേ അല്ലേ? പക്ഷേ ഈ പള്ളിയുടെ മുറ്റത്തുനിന്ന് എനിക്കുണ്ടായ അനുഭവം അറിയാം. അദ്ദേഹം മരണപ്പെട്ടു വേണ്ടാവുമല്ലോ പേരാകട്ടെ. അദ്ദേഹം കാണുമ്പോ പറഞ്ഞിരുന്നത് മക്കളില്ലാത്ത സങ്കടം. 10-75-70 വയസ്സേക്ക് മക്കളുണ്ടാവാത്ത സങ്കടം പറഞ്ഞു. ഇതിന് മുറ്റത്തുനിന്ന് ഞങ്ങളങ്ങനെ ഒരു വെള്ളിയാഴ്ച വേറൊരു സുഹൃത്തിനോടൊരു അത് പ്രായമായ ഒരാളാണ്, മുഖ്യമന്ത്രി സങ്കടം പറയാൻ വേണ്ടിയിട്ട് വിളിച്ച് പറഞ്ഞത് 5 മക്കളുണ്ട്, 5 ആളും സമ്പന്നരാണ്, 3 ആളും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ്. പെൺമക്കളെ 2 പേരെ കെട്ടിച്ചുവിട്ടത് നല്ല ഹൈ ലെവലിലാണ്. പക്ഷേ ഇപ്പൊ വാപ്പാനും മാനും തിരിഞ്ഞു നോക്കാൻ ഒരൊറ്റൊന്നും തയ്യാറില്ല. ഈ വയസ്സുകാലത്ത് വലിയൊരു വീടും 2 ആളും 2 വേലക്കാരുള്ളതുകൊണ്ട് അവർ മക്കളെക്കാൾ നല്ലതാണ്. അപ്പൊ അവരോ ഉപകാരം. അപ്പൊ ഇത് കേട്ട് മറ്റാൾ നിൽക്കുന്നുണ്ട്, ഏത് കാണുമ്പോ മക്കളില്ലാത്തതിന്റെ സങ്കടം പറഞ്ഞത് മനുഷ്യൻ നിൽക്കുന്നുണ്ട്. അയാളിന്റെ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ പിടിക്കാൻ മുറുകി വരുന്നുണ്ട്. അപ്പൊ എന്താപ്പത് കഥ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇയാളെങ്ങനെ സങ്കടപ്പെട്ട സമയം പറഞ്ഞ് മക്കളെല്ലാം ആളെ സമാധാനിപ്പിച്ച് ഇങ്ങനെ വിട്ടിട്ട് ഈ പിടിച്ച ആളെ തിരിഞ്ഞു നോക്കുമ്പോൾ അയാളെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നു. എന്തേന്ന് വെച്ചാൽ മക്കളില്ലാതിരുന്ന നന്നായി ജീവിതത്തിൽ ആദ്യം തോന്നിയിപ്പോഴാണ്. മക്കളില്ലാത്തത് നന്നായി ജീവിതത്തിൽ ആദ്യം തോന്നിയത് ഇപ്പോഴാണ്. ഇത് ഞാൻ ചെന്നിട്ട് എൻ്റെ പെണ്ണുങ്ങളോടൊന്നും പറയും, ഭാര്യകളോടൊന്നും പറയും, ആ കണ്ണീർ ഇനി കാണണ്ടല്ലോ ഒന്ന് ഇക്കോളിക്കും. റബ്ബ് തന്നത് മുഴുവനും അനുഗ്രഹമാണ് എന്നതുപോലെ തന്നെ അത് പരീക്ഷണവുമാണ് അല്ലേ? വൃത്തികേട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കണ്ണ് അപകടമാണോ അനുഗ്രഹമാണോ? വൃത്തികേട് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് കാത്, വൃത്തികേട് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് സംസാരശേഷി, വൃത്തികേടിന് പണം ചെലവഴിക്കുന്നവർക്ക് സമ്പത്ത്, പണം തന്നത് റബ്ബാണെന്ന് തിരിച്ചറിഞ്ഞാൽ പണം അനുഗ്രഹമായി മാറും. അതില്ലാതിരുന്നാൽ പണം ആപത്തായി മാറുന്നു. സമ്പത്ത് തരാതിരുന്നത് അള്ളാഹു നൽകിയ ഒരു പരീക്ഷണമാണ്. അത് എനിക്ക് സുഖമാണ്, എന്റെ പരലോക ഗുണത്തിൽ അതാണ് മെച്ചമെന്നാണ് റബ്ബിന്റെ തീരുമാനം എന്ന് വിചാരിച്ച് ക്ഷമിച്ചാൽ അതൊരു പരലോകത്ത് ഗുണമാകും. അത് ഉണ്ടാക്കാൻ ഹറാമായ മാർഗങ്ങൾ അവലംബിച്ചാലോ അപ്പൊ ഈ അവസ്ഥകളൊന്നും ഒന്നുകൂടി വെറുതെ പറഞ്ഞു പോകും. എന്താണ് ആദ്യത്തത്? അതാണ് ഈ അവസാനം പറഞ്ഞത് അല്ലേ?
നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ചിരിക്കാനുള്ള വക നൽകുന്നതും കരയാനുള്ള വക നൽകിയതും റബ്ബാകുന്നു. അതന്നെ മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും അവനാകുന്നു. നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചത് അവനാകുന്നു. നിങ്ങളെ നിസ്സാരതയിൽ നിന്ന് മനിയിൽ നിന്നാണ് അവൻ പടച്ചത്. ഒന്നുകൂടി തിരിച്ചു കൊണ്ടുവരും. അപ്പൊ ആ ഒരു ബോധത്തിൽ ജീവിക്കണം. ഇത് നമ്മളുമായി നേർക്കുനേരെ ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. ഇനി റബ്ബിന്റെ കുദറത്തുകൾ മറ്റൊരു വഴിയിലേക്കാണ്. ശെററ എന്നതിന് നമ്മൾ ഇന്ന് സുരയ്യ എന്ന് പറയും. സുരയ്യ നക്ഷത്രം എന്ന് പറയുന്ന ഒരു നക്ഷത്രം. അറബികൾ അത്യുന്നതി ഏറ്റവും നോക്കിയാൽ കാണുന്ന ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന നക്ഷത്രത്തിന് സുരയ്യ എന്നാണ് വിളിക്കുക. ആ സുരയ്യ നക്ഷത്രത്തെ അവർക്ക് പരിചയപ്പെടുത്തി അത്രയും ഉന്നതിയിൽ ആ സംവിധാനം ഉണ്ടാക്കി വെച്ചതും അല്ലാഹു എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ താഴെയും ഭൂമിയും മുകളിലുമുള്ളതെല്ലാം റബ്ബിൻ്റെതാകും. അത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് എപ്പോഴാ? ഇഅ്തിദാലി റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅത മിൻ ശൈഇൻ ബഅദു എന്ന് നമ്മൾ പ്രാർത്ഥിക്കണ്ടല്ലോ. 3 ലോകമാണ്. ഭൂമി ലോകം, ആകാശലോകം, രണ്ടിനുമിടയിലുള്ള വായുമണ്ഡലം. ഈ 3 സംവിധാനങ്ങളിലും 3 മേഖലകളിലും അത്യത്ഭുതങ്ങളുടെ ഒരു വലിയ എണ്ണിയാതൊതുങ്ങാത്ത നില സംവിധാനിച്ചു വെച്ചിരിക്കുന്നു റബ്ബ്. അതെല്ലാം മനുഷ്യരുടെ ഗുണത്തിനു വേണ്ടിയാണ്. അതെല്ലാം മനുഷ്യരുടെ ഗുണത്തിനു വേണ്ടിയാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എന്തെല്ലാം ഭൂമിയിൽ സംവിധാനിച്ചിട്ടുണ്ടോ അതൊക്കെ മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ ഗുണത്തിനു വേണ്ടിയാണെന്ന് റബ്ബ് പറഞ്ഞു. അത് മനസ്സിൽ വെച്ചുകൊണ്ട് റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാത്ത്, ആ അത്യുന്നത ലോകം നിറയെ നിനക്ക് സ്തുതി. വമിൽ അൽ അർള്, ഞങ്ങൾ ജീവിക്കുന്ന ഭൂമി നിറയെ നിനക്ക് സ്തുതി. വമിൽ അമാ ശിഅത മിൻ ശൈഇൻ ബഅദു, അവക്ക് രണ്ടിനുമിടയിലുള്ള വായുമണ്ഡലവും നിന്റേതാണ്, അതും നിറയെ നിനക്ക് സ്തുതി എന്ന് പറയുന്നിടത്ത് നമ്മുടെ റബ്ബിന്റെ പൂർണ്ണാർത്ഥത്തിലുള്ള കഴിവിനെ നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും അത് ഉപയോഗിക്കാൻ നമുക്ക് അവസരം തന്നതിനെ സ്തുതിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നതുകൂടി നമ്മൾ ആഗ്രഹിച്ചു വെക്കുക. ഇത് അനുഭവ റബ്ബു ശററ. അപ്പൊ 2 മേഖലയായി. ഇനി 3ാമത്തതാണ് ഞാൻ അവസാനം പറഞ്ഞത്. നമ്മൾ മാത്രമല്ല, നമുക്ക് മുമ്പ് കുറെ ആളുകൾ ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്. കൂടെ അവരെ പറ്റിയിട്ട് അള്ള പറയുന്നു പണ്ട് ആ ഊല എന്ന് പറഞ്ഞാൽ ആദ്യം പണ്ട് എന്നുള്ള അർത്ഥത്തിലാ പറയാ. പണ്ട് ആദ് സമൂഹത്തെ നശിപ്പിച്ചതും മറ്റൊരു മേഖലയാണ് അല്ലേ? ആദ് സമൂഹത്തെ നശിപ്പിച്ചതും അല്ലാഹുവാണ്. എന്ന് പറഞ്ഞാൽ ശരീരബലം കൊണ്ട് അഹങ്കരിച്ച മനുഷ്യർ. അതബ്നൂന ബികുല്ലി റിയഇൻ ആയതൻ കഅബതൻ വതതഖിറൂന മസാനിഅ ലഅല്ലകും തഖ്ലുദൂൻ വഇദാ ബതസ്സും ജബ്ബാരീൻ എന്നാണ് ഹൂദ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞ പരവാക്കങ്ങളിൽ ഒന്ന്. എന്താണെന്നറിയോ? നിങ്ങൾ വെളിൻ പ്രദേശങ്ങളിൽ, കുന്നിൻ പ്രദേശങ്ങളിലൊക്കെ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി കളിക്കുകയാണെങ്കിൽ ആരോടാണ് അത് പറയുന്നത്? ഇതിപ്പോ ആദ്യ സമുദായത്തിന്റെ പണിയാണോ? ആണോ? എന്നാണ് മലമുകളിൽ, കുന്നിൻ മുകളിലൊക്കെ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് സന്തോഷിക്കങ്ങളില്ലേ? ഇവിടെ എല്ലാ കാലം കഴിഞ്ഞുകൂടാമെന്ന രൂപത്തിലാണ് നിങ്ങളുടെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. കണ്ടാ തോന്നുന്നത് എന്ത് ചെയ്തു വേണോ? ക്രൂരമായ മറ്റുള്ളവരെ ശിക്ഷിക്കുന്ന സ്വഭാവം ഒന്നൊക്കെയുണ്ട്. ഹൂദ് നബിയുടെ പ്രബോധനം മലപ്പുറത്തേക്കല്ലേ സൂട്ടബിളാവുക? മലപ്പുറത്ത് നിന്ന് നിൽക്കണവരാടാ. കേരളത്തേക്കല്ലേ സൂട്ടബിളാവുക? അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്കല്ലേ സൂട്ടബിളാവുക? ലോകത്തെവിടെയും ഈ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. സ്വഭാവം നല്ല വീടുണ്ടാവുക എന്നത് ഇസ്ലാം അനുവദിച്ചതും പ്രോത്സാഹിപ്പിച്ചതുമായ കാര്യമാണ്.
ചില അഹങ്കാരത്തിനും പൊങ്ങച്ചത്തിനും ആർഭാട പ്രദർശനത്തിനുമാവുക എന്നത് ഇസ്ലാം അനുവദിക്കാത്ത കാര്യമാണ്. അതിന്റെ പേരിൽ പൊങ്ങച്ചം നടിക്കുക എന്നത് അതാണ്. എന്നിട്ട് അത്തരം സ്വഭാവങ്ങൾ പിന്മാറും. സമൂത അടുത്ത വിഭാഗം, സമൂത് ഗോത്രത്തെ നശിപ്പിച്ചതും ഞാൻ തന്നെയാണ്. സമാടപ്പ, അവരൊന്നും ബാക്കിയില്ല, ഒന്നും ബാക്കിയില്ല. മൂന്ന് കുറ്റങ്ങളാണ്. ഒന്ന് അവര് പാറകൾ തുറന്ന് വീടുണ്ടാക്കിയിരുന്നവരാണ്. രണ്ട്, അവർ ദൈവിക ദൃഷ്ടാന്തമായ ആ മനസ്സിലുണ്ടായ ഒട്ടകത്തെ നിഷേധിച്ച് തലമുറയും അവരെ കൊന്നു തിന്നുകയും ചെയ്തവരാണ്. അതിനൊക്കെ മുമ്പ് അവർ ശിർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഈ പറഞ്ഞത് നമ്മുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ആലോചിച്ചാൽ ശിർക്ക് ചെയ്യുന്നവരുണ്ട് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ. പടച്ചതമ്പുരാന്റെ മഹത്തായ മനുഷ്യത്വങ്ങൾ ഒട്ടകത്തെക്കാൾ എത്രയോ അധികം ആദരവ് കൊടുക്കേണ്ടുന്ന വിശുദ്ധ ഖുർആനിനെ അവഗണിക്കുന്നവരുണ്ട് ഈ സമൂഹത്തിൽ. ആദ്യം പറഞ്ഞത് ഇന്ത്യയിൽ പാറകർമ്മൽ അതിനേക്കാൾ വെറുതുകൾ ഉണ്ടാക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, ഇല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം ആലോചിച്ചോളി. സമൂഹത്തിലും ആദിനും മുമ്പ് ലോകനബിയുടെ ജനതയെ നശിപ്പിച്ചവരും അല്ലാഹു തന്നെയാണ്. എന്താ അതിന്റെ കാരണം? ഇന്നഹും കാനൂഹും അമുലമ, ഇവരൊക്കെ അക്രമം പ്രവർത്തിച്ചവരും ധിക്കാരികളുമായിരുന്നു. അതാണ് അതിന്റെ കാരണം. അപ്പൊ ഈ കുറ്റപത്രം നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ്. ഇതൊരു കുറ്റപത്രമാണ്. ശിക്ഷിക്കപ്പെടാനുള്ള കാരണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്നത്. അത് സമൂത് നൂഹ്, മൂന്ന് സമുദായം, അതിന് കൂടെ പറയുന്നത് ആ കള്ളക്കച്ചവടത്തിന്റെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ, ആ കള്ളവാദികൾ. ആരാണ്? ശുഐബ് നബിയുടെ ഗോത്രക്കാർ, അസ്ഹാബുൽ ലൈക്കത്ത്. അവരെ തകർത്തതും ഞാൻ തന്നെയാണ്. എന്താണ് അവർക്കുണ്ടായ പാപം? ശിർക്ക്, വഴിക്കൊള്ള കൊട്ടേഷൻ, പിന്നെ കള്ളക്കച്ചവടം, അളവ് തൂക്കങ്ങളിലെ കൃത്രിമം. കൊടുക്കുമ്പോ കുറച്ചു കൊടുക്കും, വാങ്ങുമ്പോ കൂട്ടിയും. അവരെയും അല്ലാഹു മറിച്ചിട്ടു. അവരെയൊക്കെ മൂടാനുള്ളതെല്ലാം ശിക്ഷ അതിന്റെ അങ്ങേ അറ്റത്ത് തന്നെ, അതിലേറ്റവും മാരകമായ രൂപത്തിൽ തന്നെ ഒന്നിനെയും ബാക്കി വെക്കാതെ അല്ലാഹു മൂടിക്കളഞ്ഞു എന്നാണ്. അതാണ് നമ്മളോട് ഇനി വരാൻ പോണ ദിവസത്തെ കുറിച്ച് പറഞ്ഞത്. ആകമാനം മൂടുന്ന ഒരു ദിവസം വരാനേ. അപ്പൊ ഈ പദപ്രയോഗങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വായിക്കുക, നമ്മുടെ ഭൂതകാലത്തെയും നമ്മുടെ കാലത്തെയും വർത്തമാന കാലത്തെയും കൂട്ടിച്ചേർത്ത് വായിച്ചാൽ നമുക്ക് പലതും മനസ്സിലാക്കാൻ കഴിയും. അവരെ മൂടേണ്ടതെല്ലാം പൂർണ്ണമായി മൂടി. റബ്ബ് നിനക്ക് നൽകിയ ഏതൊരു നിഅമത്തിനെ കുറിച്ചാണ് മനുഷ്യ നിനക്ക് സംശയിക്കാനുള്ളത്? റബ്ബ് നൽകിയ ഏതൊരു നിഅമത്ത് ആണ് സംശയത്തിലുള്ളത്? ഇത് റബ്ബ് നൽകിയതാണോ, അതോ മറ്റാരെങ്കിലും നൽകിയതാണോ, അതോ വെറുതെ വന്ന് വീണതാണോ, അതോ എന്റെ കഴിവും എന്റെ പരിശ്രമവും കൊണ്ടുണ്ടായതാണോ എന്ന് സംശയിക്കാനുള്ളത് ഏതാണുള്ളത്? ഒന്നുമില്ല, എല്ലാം റബ്ബ് നൽകിയതാണ്. അല്ലേ?
റബ്ബല്ലാതെ യാതൊന്നും ഒരാൾക്കും യാതൊരു നൽകിയിട്ടില്ല. റബ്ബല്ലാതെ യാതൊന്നും ഒരാൾക്കും കൂടെ നൽകാൻ കഴിയുന്ന ഒരു ശക്തിയുമില്ല. റബ്ബിൻ്റെതായിട്ടല്ലാത്തത് മറ്റൊന്നും ഇവിടെയില്ല. അതുകൊണ്ട് അതെന്റെ കഴിവും ശക്തിയും കൊണ്ട് കിട്ടിയതാണ് എങ്കിൽ എന്നെക്കാൾ കഴിവും ശക്തിയുമുള്ള എന്റെ അയൽപ്പക്കത്തെ പലർക്കും ഇവർക്കും കിട്ടിയിട്ടില്ല. അല്ലേ? ഡബിൾ എം എ ട്രിപ്പിൾ എം എ ഒക്കെ ഉള്ള ആളുകൾ ഇവിടെ PhD പരീക്ഷ പോലെ പാസ്സാവാതെ ഇപ്പോഴും ഇപ്പോഴത്തെ നടക്കുന്നതിനിടയിൽ +2 കഴിഞ്ഞ് 18-ാമത്തെ വയസ്സിൽ ആദ്യത്തെ PhD തന്നെ മെയിൻ ലിസ്റ്റിൽ വന്ന അന്ന് തന്നെ ജോലിയിൽ പ്രവേശിച്ച് ഇത് പടിപടിയായി ഉയർന്നു പോയ 10-ാം ക്ലാസ്സുകാരനോ +2കാരനോ ഇതിനിടയിൽ കൂടി ഉണ്ടോ അല്ലേ? എന്താണ് കാരണം? നിന്റെ കഴിവല്ല, ഇല്ലേ? നിന്റെ കഴിവല്ല. എന്ന് സൂറത്ത് റഹ്മാനിൽ 31 തവണയാണ് ചോദിച്ചത്. ഇപ്പോഴും എനിക്കൊരു അത്ഭുതമുണ്ട്. എന്തിനായി 31 തവണ ആവർത്തിച്ച് ചോദിച്ചത്? സത്യത്തിൽ ഇത് ഒരു വട്ടം ചോദിച്ചാൽ തന്നെ പോലെ അല്ലേ? 31 തവണ 81 ആയത്തുകളുള്ള ഒരു സൂറത്തിൽ 31 തവണ ഒരേ ആയത്ത് ആവർത്തിക്കുക. വിവിധങ്ങളായ അല്ലാഹുവിന്റെ കഴിവുകളും അനുഗ്രഹങ്ങളും വിശദീകരിച്ചുകൊണ്ടൊക്കെ ചോദിക്കാൻ ആരായി അല്ല, ഇതിലേതെങ്കിലും ഒന്നിനെ നമുക്ക് നിഷേധിക്കാൻ കഴിയോ? റബ്ബിൻ്റെതല്ലാതെ പറയാൻ കഴിയോ? എന്തും മറുപടി നമുക്ക് പറയേണ്ടത്. അതേ ചോദ്യമാണ് നിങ്ങൾക്ക് സംശയിക്കാനെങ്കിലും ഉണ്ടോ? കളവാക്കാനല്ല, സംശയിക്കാനെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. എന്നാ കേട്ടോളി, അടിപൊളിക്കൂടെ ഇത് പണ്ട് മുതൽ തുടങ്ങി വെച്ച ഒരു താക്കീതാണ്, മുന്നറിയിപ്പാണ്. ഏത്? നൂഹ് ജനതയെ തകർത്തത്, ആദ് സമൂഹത്തെ തകർത്തത്, സമൂദ് ഗോത്രത്തെ തകർത്തത്, അസ്ഹാബുൽ ഐക്കത്തിനെ തകർത്തത് ഒരു മുന്നറിയിപ്പാണ്. പണ്ടേ തുടങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ, അല്ലേ? ഇത് നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ്. ആർക്ക്? എല്ലാ മനുഷ്യരും, ചരിത്രബോധമുള്ള എല്ലാവരും, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ തയ്യാറാവുന്ന എല്ലാവരും, പ്രത്യേകിച്ച് ഓരോ മുസ്ലിമിനും ഇതൊരു മുന്നറിയിപ്പാണ്. ഇതെല്ലാ പ്രവാചകന്മാരും നൽകിയ മുന്നറിയിപ്പാണ്. അതുകൊണ്ട് വരാനുള്ളത് വരാൻ കാലമായിരിക്കുന്നു. അസിഫ എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ഇപ്പൊ തന്നെ വരുന്നത്, തൊട്ടടുത്ത് വരാനുള്ളത് അൽ-ആസിഫ. അത് തൊട്ടടുത്ത് വരാനുള്ളത് ആസിഫത്ത്, അടുത്തെത്തിയിരിക്കുന്നു. ഏത്? ഖിയാമത്ത് അടുത്തിരിക്കുന്നു. പിന്നെയോ വിചാരണയും അടുത്തിരിക്കുന്നു. പിന്നെയോ മരണം അടുത്തിരിക്കുന്നു. ആരും ഒഴിവില്ല. അസിഫത്തിൽ ആസിഫ ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ. ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു രക്ഷ, ഒരു തുറവി നൽകാൻ റബ്ബല്ലാതെ ലൈസ ലഹാ വേറെ ഒരാളില്ല. ഏതിൽ നിന്ന്? ശിക്ഷയിൽ നിന്ന്, അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ശക്തിയും ഇല്ല. നമ്മൾ മുസ്ലിമീങ്ങളോട് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്നിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അസിഫത്തിൽ ആസിഫ ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ. ഇതല്ല പറഞ്ഞതല്ലേ? അഫമിൻ ഹാദൽ ഹദീദി തഅജബൂൻ. അല്ല, ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ചിരിക്കുക, അത് അത്ഭുതപ്പെടുക. ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾ അത്ഭുതം കൊള്ളുക. ഇങ്ങനെയൊക്കെ ഉണ്ടായോ എന്ന് ചോദിക്കുക. പിന്നെയോ
ഒരു ചിരിക്കാൻ കഴിയുന്നില്ലേ? വരാത്തപ്പോൾ കരച്ചിൽ വരുന്നില്ലേ? ഇതെല്ലാം മനുഷ്യന്മാരെ നിങ്ങൾ ശവങ്ങളാണോ? നിങ്ങൾ ജീവശവങ്ങളാണോ? ഫസ്ജുദൂലില്ലാഹി വഅബ്ദു. എടോ, ഒന്ന് സുജൂദ് ചെയ്ത് ആരാധന നിർവഹിക്കാൻ. അതാണ് സൂറത്തിന്റെ അവസാനം. ഇതുമായി ബന്ധപ്പെട്ടൊരു സംഗതി കൂടി ഞാൻ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വെച്ച് ഒരു രാത്രിയിൽ ഈ അധ്യായം ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണത്തിന്റെ മനോഹാരിതയിൽ ആകൃഷ്ടരായ മക്ക ഖുറൈശികൾ ആരൊക്കെ ആട്ടിവിട്ടാലും അവർ രഹസ്യമായി കേൾക്കാൻ പറ്റും. അങ്ങനെ ഈ ആയത്ത് പാരായണം ചെയ്തത് ഇങ്ങനെ അന്തപ്പെട്ട് കേട്ടുന്നത് കിണ്ടുകിണ്ട പറഞ്ഞിട്ട് അവർക്കറിയാം നൂഹനബിയുടെ ജനതയും ആയത്തുമുറായും സമൂഹ ഗോത്രവും ഇസ്ലാമിലേക്കൊക്കെ നാട്ടിലുള്ളതാണ്. ഇതൊക്കെ അവർക്കറിയാം. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ അവരിങ്ങനെ കിണ്ടുകിണ്ട പറഞ്ഞിട്ട് ഫസ്ജുദൂലില്ലാഹി വഅബ്ദു എന്ന ആയത്ത് വന്നപ്പോ ആ പരിസര പ്രദേശത്തിന്റെ മുഴുവൻ മുശ്രിക്കുകൾ പോലും സുജൂദ് ചെയ്തു എന്ന് ഇതിന്റെ മുഫസ്സിറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. 3 ആളുകൾ മാത്രമാണ് മാറിയത്. ആ 3 ആളുകളും ബദറിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ആ 3 ആളുകളും ബദറിൽ കൊല്ലപ്പെടുകയും ആ സുജൂദിൽ വീണ മുഴുവൻ ആളുകളും മുസ്ലിമീങ്ങളായി പിൽക്കാലത്ത് തൗഹീദിലേക്ക് വരികയും ചെയ്തു എന്ന് മുഫസ്സിറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടി വായിച്ചോളി. അഫമിൻ ഹാദൽ ഹദീദി തഅജബൂൻ. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുക. ഇപ്പോഴും നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നില്ലേ? നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലല്ലേ? നിങ്ങൾ എന്തേ മനുഷ്യന്മാർ ഒരു വികാരമില്ലാതെ ഒരു ബുദ്ധിപ്പെടുത്തുന്ന ഒരുപാടുമില്ലാതെ നിങ്ങൾ ജീവശവങ്ങളൊക്കെയാണോ? മന്ദബുദ്ധികളാണോ? ഒന്ന് സുജൂദ് ചെയ്യണോ, എന്നിട്ട് ഇബാദത്തിൽ മുഴുകണോ? ആ പ്രയോഗമാണ് ആ ആയത്താണ് സുജൂദ് കഴിഞ്ഞാൽ സുജൂദ് ചെയ്യണം എന്നതിന്റെ തെളിവ് ന്യായമായി പറയുന്നതൊന്ന് ഈ സംഭവം കൂടിയാണ്. ഞാൻ ഈ പറഞ്ഞ മക്കയിലുണ്ടായ സംഭവം കൂടിയാണ്. അവിടെയാണ് കേട്ടവരെല്ലാം സുജൂദ് ചെയ്യേണ്ടത് സുന്നത്താണ് എന്ന് പറഞ്ഞത്. ഈ ആയത്ത് ഒരാൾ പാരായണം ചെയ്യുന്നു, അത് കേട്ടവരെല്ലാം സുജൂദ് ചെയ്യുന്ന സുന്നത്താണ് എന്ന് വന്നതും ഈ സംഭവത്തിൽ നിന്നാണ്. ചെയ്യുമ്പോൾ ഓതിയാൾ സുജൂദ് ചെയ്യണം എന്ന് വന്നതും ഈ സംഭവത്തിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതൊക്കെ നിങ്ങൾ ഓർത്തുവെക്കുക. സൂറത്തുൽ നജ്മ ഉൾപ്പെടെ വിശുദ്ധ ഖുർആനിൽ 14 സൂറത്തുകളിൽ 15 സ്ഥലങ്ങളിൽ സുജൂദിന്റെ ആയത്തുകളുണ്ട്. ആ ആയത്തുകൾക്ക് അവിടെ സുജൂദ് ചെയ്യേണ്ടിടത്ത് ഒരു പള്ളി വിനാരത്തിന്റെ ചിത്രമുണ്ടാകും. ആ പള്ളി വിനാരത്തിന്റെ ചിത്രമുള്ള ആയത്ത് പാരായണം ചെയ്താൽ സുജൂദ് ചെയ്യണം. അത് ഉദുവോടുകൂടി തക്ബീർ ചൊല്ലി ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാവുന്നതാണ് ഏറ്റവും ഖൈറായത്, ഏറ്റവും അഫ്ളലായത്, ഏറ്റവും പുണ്യകരമായതും അത് തന്നെയാണ്. പക്ഷേ ഇതൊന്നുമില്ലെങ്കിലും കേട്ടുപോകുന്നവരൊന്നും ഇത് ഒന്നോടുകൂടി ആയിക്കൊള്ളണം എന്നില്ല. നമ്മളെല്ലാവരും മുസ്ലിങ്ങൾ ഒന്നുകൊടുത്തിട്ടല്ല എല്ലാ സമയത്തും നടക്കുന്നത്. അതുകൊണ്ട് ഒന്നു ഉണ്ടോ ഇല്ലയോ എന്നത് പരിഗണനീയമല്ല. ഖിബ്ലക്ക് തിരിഞ്ഞിട്ടാണോ അല്ലയോ എന്നതും പരിഗണനീയമല്ല. ഇതൊക്കെ അതിന്റെ പൂർണ്ണതയുടെ ഭാഗമാണ്. എങ്കിലും സുജൂദ് ഉണ്ടായിരിക്കണം. അപ്പൊ ജീവിതത്തിൽ അതൊരു വലിയ സുന്നത്തായി, വലിയ ആരാധനയായി, വലിയൊരു കാഴ്ചപ്പാടായി തന്നെ നമ്മുടെ പേരമക്കളിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക. എന്നിട്ട് ഈ ഖുർആനിലെ ഈ അധ്യായത്തിൽ ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സിലാവാതിരിക്കാൻ ശ്രമിക്കുക. ഇതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. എന്നിട്ട് ആ സന്ദേശം ജീവിതത്തിൽ പാലിക്കാനുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.